ഒരു നിമിഷം നമുക്ക് പരിശുദ്ധ കുർബാനയിൽ സജീവനായ ദൈവത്തെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. എന്നിരുന്നാലും നമ്മുടെ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് നോക്കി ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് നമുക്ക് 3 പ്രാവശ്യം വേറ്റിയെല്ലാം. ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പരിശുദ്ധ അമ്മയാണ് നമ്മൾ വചനം പ്രഘോഷിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. വചനം ഏറ്റവും കൂടുതൽ പ്രായോഗികമായ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നതും അനുഭവത്തിലൂടെ നമുക്ക് അനുഭവവേദ്യമാക്കി തന്നതും പരിശുദ്ധ അമ്മയാണ്. അവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ തിരുവചനത്തിൽ പ്രത്യേകിച്ച് ലൂക്കാസ് സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ വായിക്കുന്നൊരു സംഭവമുണ്ട്. യേശു ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ വഴിയരികിലിരുന്ന് അന്ധൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥിക്കുക? ദാവീദിൻ്റെ പുത്ര, ഭാവിയെ എൻ്റെ മേൽ കനിവുണ്ടാകണം. ആ തിരുവചന ഭാഗം എന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ളതാണ്. തിക്കും തിരക്കുമുള്ള ആ ജനക്കൂട്ടം ജെറീക്കോയിലൂടെ വഴിയരികിലൂടെ കടന്നു പോകുമ്പോൾ അന്ധൻ അകലിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന വലിയവരായിട്ടുള്ള യേശുവിനോട് അടുത്ത് കൂടി നടക്കുന്ന ആ മനുഷ്യരെന്താണ് പറയുക? നിശബ്ദരാവുക. ആരാണ് കടന്നു പോവുക? വലിയവനാണ് കടന്നു പോവുക. അപ്പം വലിയവനായ യേശു കടന്നു പോകുമ്പോൾ, അവരുടെ നേതാവ് കടന്നു പോകുമ്പോൾ നിശബ്ദനായിരിക്കാനായിട്ട് ആജ്ഞാപിക്കുകയാണ് ആ അന്ധനോട് അവിടെ കൂടിയിരുന്ന യേശുവിൻ്റെ അരികിൽ നിന്നിരുന്ന ജനം. എന്നാൽ ആ അന്ധൻ എന്താണ് ചെയ്തത്? ഒന്നുകൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എൻ്റെ മേൽ കനിവുണ്ടാകണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ആ അന്ധൻ്റെ ദീനമായ ശബ്ദത്തിന് മുമ്പിൽ യേശു തിരിഞ്ഞു നിൽക്കുകയാണ്. യേശു തിരിഞ്ഞു നിന്നിട്ട് എന്താണ് പറയുക? അവനെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക, അവനെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക. അടുത്ത് വരുമ്പോൾ ചോദിക്കുന്നത് എന്താണ്? നിനക്ക് എന്തു വേണം? എന്നെ ഏറെ ആകർഷിച്ചൊരു കാര്യം ഇതാണ്. വലിയ ബഹളത്തിൻ്റെ ഇടയിലും പാവപ്പെട്ടവരും ബലഹീനരുമായ മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാൻ കാതോർത്തു നിൽക്കുന്ന നല്ലൊരു ദൈവത്തിൻ്റെ ചിത്രമാണ്. വലിയ നേതാക്കന്മാരൊക്കെ വലിയ അണികളോടുകൂടി നടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ പലപ്പോഴും സാധാരണയായിട്ട് വിലപിക്കുന്ന ഒരു മനുഷ്യനെ നോക്കാനോ അവരെ ശ്രദ്ധിക്കാനോ അവർക്ക് സമയം കണ്ടെത്തിയെന്ന് വരില്ല. എന്നാൽ ഇവിടെ ദൈവം വലിയ ആരവത്തിൻ്റെ മുമ്പിലും ദയനീയമായിട്ടുള്ള മനുഷ്യൻ്റെ കരച്ചിലുകൾക്ക് മുമ്പിൽ കാതോർത്ത് നിൽക്കുക മാത്രമല്ല, അവനെ അരികിലേക്ക് വിളിച്ചിട്ട് അവനോട് ചോദിക്കുകയാണ്, സോദരാ, നിനക്ക് എന്തു വേണം? എന്താണ് പറഞ്ഞത്? കാഴ്ച കിട്ടണം. കർത്താവേ, കാഴ്ച കിട്ടണം. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോഴും എല്ലാം നമ്മുടെ ദീനമായിട്ടുള്ള നമ്മുടെ നിലവിളികൾ ദൈവസന്നിധിയിലേക്ക് എത്തുന്നുണ്ട് എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടോ? ഉണ്ട് എങ്കിൽ യേശു നമ്മളെ അരികിലേക്ക് വിളിക്കുന്നതും എന്നോട്, നിങ്ങളോട്, നമ്മളോട് ഓരോരുത്തരോടും അവിടെ ചോദിക്കുന്നതുമായിട്ടുണ്ട്, നിനക്ക് എന്ത് ഇന്ന് ഇപ്പോഴും വേണം? നമുക്കതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവണം. പലപ്പോഴും നമ്മൾ പള്ളിയിലും വിശുദ്ധ ബലികളിലും ധ്യാനമന്ദിരങ്ങളിലും ഒക്കെ എത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാണ് യേശു എന്നെ ഈ അരികിലേക്ക് വിളിച്ച് ഈ അനുഭവത്തിൻ്റെ തലങ്ങളിലൂടെയെല്ലാം കടത്തിക്കൊണ്ടുപോയിട്ട് യേശു എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുക? നമ്മൾ ഈ അന്ധനെ പോലെ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. ദാവീദിൻ്റെ പുത്രനായ യേശുവേ എൻ്റെ മേൽ കനിവുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്നെ അരികിലേക്ക് വിളിച്ചു നിർത്തിയിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇന്ന് എന്തു വേണം? കാഴ്ച കിട്ടണം എന്ന് വ്യക്തമായ ഉത്തരമാണ് ആ അന്ധൻ പറഞ്ഞത്. അപ്പോഴെന്താണ് സംഭവിച്ചത്? അവിടെ
അവന് കാഴ്ച ലഭിച്ചു എന്നാണ് അവൻ തുള്ളിച്ചാടി ആഹ്ലാദിച്ച് അവൻ മടങ്ങിപ്പോയി എന്ന് സുവിശേഷം നമ്മളെ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ ഭവനത്തിൽ എത്തിയിരിക്കുന്ന നമ്മളോട്, അല്ലെങ്കിൽ നമ്മുടെ ദീനമായ ഈ ശബ്ദത്തിന് മുമ്പിൽ യേശു നിൽക്കുകയാണ്. തിരക്കുള്ളവനായിട്ട് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അനുഭവപ്പെടുന്ന യേശു അങ്ങനെ തിരക്കുള്ളവനല്ല. പാവപ്പെട്ട മനുഷ്യന്റെ ദീനരോധനത്തിന് മുമ്പിൽ നിൽക്കുന്നവനാണ്. എനിക്ക് പണ്ട് വായിച്ചൊരു ചെറിയൊരു കഥാശകലമാണ് ഞാൻ ഓർക്കുക. പലപ്പോഴും നമുക്കറിയാം, നമുക്ക് ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന നിൽക്കുന്ന മനുഷ്യന്റെ മനോഭാവം എന്തായിരിക്കണം എന്ന് ദ്യോതിപ്പിക്കുന്ന ഒരു ചെറിയൊരു കഥയാണത്. ആ കഥ ഇപ്രകാരമാണ്. രണ്ട് അയൽക്കാരാണ്. അവർ വളരെയേറെ പ്രാർത്ഥിക്കും. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് ചോദിക്കുകയാണ്. അവരോട് ചോദിച്ചു, നീ ചോദിക്കുന്നത് എന്ത് നിനക്ക് നൽകും? പക്ഷെ ഒരു കാര്യം, ആരാണ് ആദ്യം ചോദിക്കുന്നത് അതിൻ്റെ ഇരട്ടി അടുത്തയാൾക്ക് കൊടുക്കും. അപ്പോഴാണ് അവർ തമ്മിലുള്ള തർക്കങ്ങൾ. അവർ വീട്ടിൽ പോയി ഭാര്യയുമായിട്ട് ആലോചിച്ചു, വീട്ടുകാരുമായിട്ട് ആലോചിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദൈവം നിശ്ചയിച്ചുറപ്പിച്ച നിമിഷത്തിൽ ആരാണ് ആദ്യം ചോദിക്കുക? അവർ നറുക്കിട്ട് ഒരാൾക്ക് കുറി വീഴുകയാണ്. അദ്ദേഹം വീണ്ടും പ്രാർത്ഥനയിലേക്കാണ് വീണ്ടും നടന്നു പോവുക. പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭാര്യയുമായിട്ട് ആലോചിച്ച് വീട്ടുകാരുമായിട്ടൊക്കെ ആലോചിച്ചതിന് ശേഷം അദ്ദേഹം ഒരു കാര്യം അല്ലെങ്കിൽ തീരുമാനിച്ചുറച്ച് ദൈവസന്നിധിയിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ വന്നു നിൽക്കുകയാണ് ചോദിക്കാനുള്ള അനുഗ്രഹത്തിനായിട്ട്. അദ്ദേഹം ഓർക്കുകയാണ്, ഞാൻ 1 ഏക്കർ റബ്ബർ തോട്ടം ചോദിച്ചാൽ എൻ്റെ സഹോദരന് 2 ഏക്കർ കിട്ടും. ഞാൻ 1 നില വീടിന് ചോദിച്ചു കഴിഞ്ഞാൽ 2 നില വീട് എൻ്റെ സഹോദരന് കിട്ടും. എനിക്ക് നല്ല ഒരു കാറ് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാർ അദ്ദേഹത്തിന് കിട്ടും. ഇപ്പോഴെന്താണ് അവസാന പോംവഴി? അവസാനം ആലോചിച്ചിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്തുകൊള്ളുക. ഇപ്പോഴെന്താണ് മറ്റവന് കിട്ടാൻ പോവുക? 2 കണ്ണും ചൂഴ്ന്നെടുക്കും. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മനോഭാവങ്ങളെ ദ്യോതിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. നമ്മളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ വേദനകളും വ്യാധികളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ ദൈവാനുഗ്രഹത്തിന് സമൃദ്ധി ലഭിക്കുക എന്ന്. പക്ഷേ അങ്ങനെയല്ല. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ, അതിനുള്ള കാനന നമസ്കാര പ്രാർത്ഥനകളിലുണ്ട്, ഒരു മത്സ്യത്തിന്റെ സ്വസ്ഥത എപ്പോഴാണ്? വെള്ളത്തിന് മുകളിലൂടെ അത് മത്സ്യം പരന്നു നടക്കുമ്പോഴാണോ അതിൻ്റെ ജീവന് സുരക്ഷിതത്വം? അല്ല. എപ്പോഴാണ് അതിന് സുരക്ഷിതത്വം കൂടുതൽ അനുഭവപ്പെടുക? വെള്ളത്തിന്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് അത് ഇറങ്ങിപ്പോകുമ്പോഴാണ് അതിന് സുരക്ഷിതത്വം. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ വീണ്ടും തുടർന്നുള്ള പ്രാർത്ഥനകളിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അവരിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരവർക്കായി തന്നെയാണ് പ്രാർത്ഥിക്കുക. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മളോട് പലപ്പോഴും ചോദിക്കും, നിനക്ക് എന്തു വേണം? കാഴ്ച കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മൾ മറ്റുള്ളവരോടുള്ള ക്ഷമിക്കുകയും പൊറുക്കുകയും മറ്റുള്ളവരോട് കരുണാപൂർവ്വം നമ്മൾ പെരുമാറുകയും ചെയ്താൽ അതിൻ്റെ അനുഗ്രഹവും ഫലപ്രാപ്തിയും എപ്പോഴാണ് നമുക്ക് ലഭിക്കുക? നമ്മുടെയൊക്കെ ജീവിതങ്ങളിലാണ്. ഞങ്ങൾ സെമിനാരിയിൽ പഠിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആദ്യമായിട്ട് ഞങ്ങളെ സെമിനാരി പരിശീലനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഭക്ഷണമേശയിൽ പെരുമാറേണ്ടതെന്നാണ്. ഇപ്പോഴും നമുക്കറിയാം, കൊച്ചുനാളായിട്ട് 10-15 വയസ്സ് ആയിട്ടുള്ള ചെറുപ്പകാലങ്ങളിൽ സെമിനാറിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോഴും ഒരു വാഴക്കൊല പഴുത്താൽ അതിൽ ഏറ്റവും മുഴുത്ത കായ ആദ്യം ഇരിഞ്ഞെടുക്കാനായിട്ടാണ് നമ്മൾ ധൃതിയിട്ട് പോവുക. ഇപ്പോഴ് സെമിനാരിൽ വന്നു കഴിഞ്ഞപ്പോഴും മാന്യതയുടെയും അതോടൊപ്പം തന്നെ പെരുമാറ്റത്തിൻ്റെതുമായ ശീലങ്ങൾ പഠിപ്പിച്ചപ്പോൾ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചതെന്താണ്? മേശപ്പുറത്ത് വെച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ വാഴപ്പഴമല്ല ഏറ്റവും ആദ്യം ചാടി എടുക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞത് നോക്കുക, മറ്റവർക്ക് വേണ്ടി പരിഗണന കൊടുക്കുന്ന ഒരു മനോഭാവത്തിലേക്കാണ്. നമുക്കൊക്കെ പലപ്പോഴും ഉണ്ട്, മനസ്സിൽ പലപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആഗ്രഹങ്ങളാണ്. എല്ലാം സ്വരുക്കൂട്ടണം, എല്ലാം വാരിപ്പിടിക്കണം, എല്ലാം സ്വന്തമാക്കണം. ഈ സ്വന്തമാക്കുകയും വാരിക്കൂട്ടുകയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ അവസരങ്ങളെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ വാരിക്കൂട്ടിയത്? ആ വാരിക്കൂട്ടിയ ജീവിതങ്ങളാണോ ജീവിതങ്ങളിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കുകയും ഒരു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് നമ്മളൊരു 10 ആപ്പിൾ നമ്മുടെ കയ്യിൽ എടുത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കയ്യിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതേ അതിന്
മാറോട് ചേർത്ത് അതിൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പലപ്പോഴും അതിന് എന്താണ്, എത്ര ആപ്പിൾ കിട്ടിയാൽ അത് ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ടുള്ള ആഗ്രഹം അവൻ്റെ കുഞ്ഞിൻ്റെ മനസ്സുകളിലുണ്ട്. എന്നാൽ 2 കൈക്കുമ്പലുകളിൽ ശരീരത്തോട് ചേർത്ത് വെച്ചും ആ കുഞ്ഞിന് ഉൾക്കൊള്ളാവുന്ന അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാവുന്ന ആപ്പിളിൻ്റെ എണ്ണത്തിനൊരു പരിമിതിയുണ്ട്. ഇതുപോലെയാണ് ഭൗതികമായ ജീവിതങ്ങളിൽ നമ്മൾക്ക് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും നാം ഒക്കെ എത്തിപ്പിടിക്കാനായിട്ട് നെട്ടോട്ടമോടുകയും ചെയ്യുന്ന വലിയ കാര്യങ്ങളുണ്ടല്ലോ. വലിയ കാര്യങ്ങളെന്ന് നാം വിചാരിക്കുന്നതിനൊക്കെ അർത്ഥമില്ല എന്ന് ജീവിതങ്ങളിലൂടെ, അനുഭവത്തിലൂടെ നമുക്ക് പലപ്പോഴും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന അനേക ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഈ അന്ധനോടുള്ള പെരുമാറ്റം എന്നെ ഏറെ കൂടുതൽ ആകർഷിക്കാനായിട്ടുള്ള കാരണം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും, നമുക്ക് പലപ്പോഴും യേശുവിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ യേശു ചോദിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ ഇപ്പോഴെന്ത് ചെയ്തു തരണം? ഭൗതികമായ ജീവിതങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു ചുറ്റുവട്ടങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എങ്കിൽ ഒരുപക്ഷെ നമ്മൾ മണ്ടത്തരങ്ങളാകാം കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കാട്ടിക്കൂട്ടുക. യേശു ഈ അന്ധനെ പോലെ നമുക്ക് പറയുവാനായിട്ട് കഴിയണം, എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ടാവണം. കണ്ണിന് കാഴ്ചയുണ്ടായാൽ എന്താണ് അവിടെ അതിൻ്റെ പരിണിത ഫലങ്ങൾ? വേണ്ട രീതിയിൽ, വേണ്ട രൂപത്തിൽ അടുത്ത് നിൽക്കുന്ന എൻ്റെ സഹോദരനെ കാണാനും ഉൾക്കൊള്ളുവാനുള്ള കാഴ്ച എനിക്ക് ലഭിക്കണം. ഇതാണ് സ്നേഹമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളുടെ എല്ലാം ആകത്തുക. അടുത്ത് നിൽക്കുന്നവനെ അവനായിരിക്കുന്നത് പോലെ കാണാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന ജീവിതത്തിന്റെ വലിയൊരു നിർഭരതയുടെ, സംതൃപ്തിയുടെ മനോഭാവങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇന്ന് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, അപ്പൻ അമ്മ മക്കളുടെ ബന്ധങ്ങളിൽ, അയൽക്കാരുടെ ബന്ധങ്ങളിൽ അവരെ അടുത്ത് നിൽക്കുന്നവനെ, അരികിലായിരിക്കുന്നവനെ, അകലെ നിൽക്കുന്നവനെ ഒരുമയുടെ, സ്വാന്തനത്തിന്റെ അല്ലെങ്കിൽ വലിയവരായിട്ട് കരുതുന്ന യേശു മനോഭാവത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് കഴിയണം. അന്ധനെ പോലെ നമ്മളും പ്രാർത്ഥിക്കണം, എനിക്ക് കാഴ്ച കിട്ടണം. കാഴ്ച കിട്ടിയാൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് ജീവിതങ്ങളെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അവരിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ മനസ്സ് വയ്ക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കുന്നതിൽ ഈ വഴിയിൽ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം, ഈ ധ്യാന മന്ദിരത്തിൽ, ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ എത്തിയിരിക്കുന്ന നമ്മൾ, അച്ഛൻ പലപ്പോഴും കൂടെ ഓർമ്മപ്പെടുത്താറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളറിയാം, ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന വേദനകളെല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് അതെല്ലാം ഒരു നിമിഷം മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ള ഒരു മനോഭാവം ജീവിതങ്ങളിൽ ഉൾക്കൊള്ളുമ്പോൾ അവിടെ വലിയൊരു ജീവിതത്തിന്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. കാൽവരിയുടെ നെറുകയിൽ യേശു മരിച്ചു കഴിഞ്ഞപ്പോഴും തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. വിശുദ്ധ കുർബാനയുടെ ചൈതന്യം അത് തന്നെയാണ്. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. മുറിക്കപ്പെടുന്ന അപ്പം എടുത്തുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഇത് നിനക്ക് വേണ്ടി, ഈ രക്തം നിനക്ക് വേണ്ടി, ഈ ശരീരം നിനക്ക് വേണ്ടി. ഇത് തന്നെയാണ് കുടുംബജീവിതത്തിൽ ഓരോ ഭാര്യയും ഭർത്താവും, അതോടൊപ്പം തന്നെയാണ് ഓരോ അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കന്മാർക്കും ചെയ്തു കൊടുക്കേണ്ടതും. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവര് നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ത്യാഗപൂർണമായ ജീവിതങ്ങളിലൂടെ നിങ്ങൾ കാഴ്ചവെച്ചതും ഇത് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയതിന്റെ പേരിൽ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി വ്യയം ചെയ്തതിന്റെ പേരിൽ ജീവിതത്തിലും മനസ്സിലും ശരീരത്തിലും അല്ലെങ്കിൽ ഭൗതികമായ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും ദൈവം 100 ഇരട്ടിയായിട്ട് പ്രതിഫലം, ആത്മീയമായ സന്തോഷം, ശാരീരികമായ സൗഖ്യം, സാമ്പത്തികമായ നേട്ടങ്ങൾ, നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ള വിമുക്തി, ഇതൊക്കെ നൽകിക്കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി നാം വ്യയം ചെയ്ത ഇന്നലകള് ഒരിക്കലും വൃഥാവിലല്ല. അതിനെല്ലാം അനുഗ്രഹം ദൈവം നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമുക്ക് ഒന്നിച്ചായിരിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അറിഞ്ഞു ചെയ്ത നന്മകളെ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം, അറിഞ്ഞ് മറ്റുള്ളവരെ നമ്മൾ സഹായിച്ച ജീവിതത്തിന്റെ നിമിഷങ്ങൾ.